നെക്സ്റ്റ് എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. എപ്പിസോഡ് നമ്പർ 2, സിഫു ഇറ്റ് ടേക്സ് എ ലൈഫ്. ഫ്രഞ്ച് സ്റ്റുഡിയോയായ സ്ലോ ക്ലാപ്പ് 2022 ഡെവലപ്പ് ചെയ്ത ഗെയിമാണ് സിഫു. സിഫു എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് വേർഡാണ്, മാസ്റ്റർ എന്ന അർത്ഥം. അപ്പോൾ ജാക്കി ചാൻ്റെ കുങ്ഫു മൂവീസിനെല്ലാം ഇൻസ്പയർ ആയിട്ടാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തേക്കണം. ബാക്ക്മൈ സ്റ്റൈലിലുള്ള കുങ്ഫു ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണം. 2003 ഇറങ്ങിയ കൊറിയൻ മൂവിയായ ദ മാസ്റ്റർ പീസ് ഓൾഡ് ബോയ്, ആ ഒരു പടത്തിന് ഒരുപാട് ഹോമേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗെയിം പ്ലേയിൽ. എസ്പെഷ്യലി ഈ ഗെയിമിലുള്ള കോറിഡോർ, ഹാൾവേ ഫൈറ്റ്സ് എല്ലാം. ബീറ്റം അപ്പ് ജോണറിൽ വരുന്ന കൂടുതലും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് യൂസ് ചെയ്യുന്ന ഒരു ഗെയിം പ്ലേ ആണത്. ഈ ഒരു ജോണറിൽ വരുന്ന വൺ ഓഫ് ദ സക്സസ്ഫുൾ ആൻഡ് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വീഡിയോ ഗെയിമാണത്. ഫാൻസിൻ്റെ ഇടയിൽ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഗെയിം ടു ക്രാക്ക് എന്നുള്ള ടൈറ്റിലും കൂടി ഉണ്ട് ഈ ഒരു ഗെയിമിന്. അപ്പോൾ നമുക്ക് സീരീസിലോട്ട് വരാം. ആമസോൺ പ്രൈമിൽ റിലീസായ വീഡിയോ ഗെയിം തീമായിട്ടുള്ള ആനിമേറ്റഡ് ആന്തോളജി സീരീസാണ് സീക്രട്ട് ലെവൽ. അപ്പോൾ നമ്മളെല്ലാം കാലാകാലങ്ങളായിട്ട് കളിച്ചിരുന്ന അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എല്ലാം ഫേവറേറ്റ് വീഡിയോ ഗെയിംസ് എന്നുള്ള ഒരു ഷോർട്ട് എപ്പിസോഡ് എന്നുള്ള രീതിയിലാണ് ഈ സീരീസ് ഡിസൈൻ ചെയ്തത്. ടോട്ടൽ 15 സ്റ്റാൻഡ് അലോൺ ഷോർട്ട് സ്റ്റോറീസാണ്, അതായത് 15 എപ്പിസോഡാണ്. അതിനകത്ത് 8 ഇപ്പോൾ റിലീസായിട്ടുണ്ട്, ബാക്കി പുറകെ വരും. ഗെയിമിലെ പോലെ തന്നെ ഇതിനകത്തും അതേ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഗുണ്ടകളോട് പകരം വീട്ടാൻ നടക്കുന്ന മകനെയാണ് ഇതിനകത്തും കാണിക്കുന്നത്. അപ്പോൾ യങ്ങായ എനർജറ്റിക്കായ ഹീറോനെയാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രീറ്റിൽ വെച്ച് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായ ഗ്യാങ്സ്റ്റേഴ്സിനെ കാണുകയും ആ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ പുറകെ പോയി ഇപ്പം മെയിൻ ഗ്യാങ്സ്റ്ററായ സീൻ്റെ അടുത്ത് എത്താൻ വേണ്ടി ഈ ചെറിയ ചോട്ടാ ഗുണ്ടകളെ ഇടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം മരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം മരിക്കുമ്പോൾ കയ്യിലുള്ള താലിസ്മാൻ്റെ പവർ കൊണ്ട് വീണ്ടും ജനിക്കുന്നുണ്ട്. ബട്ട് മരിക്കുമ്പോൾ ഉള്ള ഏജ് ആയിരിക്കില്ല, രണ്ടാമത് ജനിക്കുമ്പോൾ വീണ്ടും ഏജ് കൂടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ സീരീസ് അവസാനിക്കുമ്പോൾ വളരെ പ്രായമായിട്ടുള്ള ഒരു ടയേർഡ് ഹീറോനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതും അതേ ടോട്ടൽ ഡ്യൂറേഷൻ 10 to 15 minutes ഉള്ളൂ. നല്ല കുറേ ഫൈറ്റും ഒരു കുട്ടി സ്റ്റോറിയും ഇതിനകത്ത് നമുക്ക് കാണാം. അപ്പോൾ ഇത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം. അർണോൾഡ് എല്ലാം വോയിസ് ഓവർ കൊടുത്ത ന്യൂ വേൾഡ്, വൺസ് ആൻഡ് ദ ഫ്യൂച്ചർ കിങ്.